Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And yes, the grand finale of Rock Paper Scissors Season 2 is here. The reaction is here and I'm really excited because hello, the ending of the penultimate episode, episode 5, was just fantastic. I'm so happy. Like, I literally bursted with joy when I saw Anu. Getting revealed at the end of the episode. So I'm so excited to see now what his role is. Like, he's the boss, and why did he want to kidnap like Shraddha? That's something that I definitely want to know. And let's not delay this any further because this is like a half an hour episode. So yeah, let's check out the finale of Rock Paper Scissors Season 2. Okay. And here we go. ചേച്ചി അവന്മാരെ പിടിക്കണം. Why is the quality so bad? പിടിക്കാൻ കുഞ്ഞു. ഹലോ ഹലോ സർ, പ്ലീസ് കട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിളിക്കുകയാണ്. കൊച്ചെ ഇവിടെ സാധനങ്ങളൊന്നും വേണ്ട. അയ്യോ സാർ, ഇതല്ല. നമ്മളുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാറിൻ്റെ നമ്പറിനാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ആ അതങ്ങനെ ഈ ഭാഗ്യവും രാശിയും ഒക്കെ ഉള്ളവർക്ക് സമ്മാനമൊക്കെ അടിച്ചെന്നിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് സർ. കൊച്ചെ നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ് ഒന്നും വേണ്ട. നിങ്ങളുടെ പതിവ് പോലെ ഈ ചില്ല് ഗ്ലാസും സൂപ്പോട്ടിയും ചീപ്പും ഒക്കെ ആണെങ്കിൽ ആ സമ്മാനം കൊച്ചു തന്നെ അങ്ങ് വെച്ചോ കേട്ടോ. അയ്യോ സാർ, ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള പ്രൈസ് കൊടുക്കും. ആ സർ, ഇഷ്ടമുള്ളത് കൊടുക്കും. കൊടുക്കും സർ. ആ എന്നാൽ എനിക്കിപ്പോൾ ഇഷ്ടം ഒരു AK-47 തോക്കാം. അത് കിട്ടുമോ? സർ അത് അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള തരാനെന്നും പറഞ്ഞ് വാത് വെച്ചേക്കരുത്, പണി കിട്ടും. പക്ഷേ നിങ്ങളുടെ കമ്പനിക്ക് തരാൻ പറ്റുന്ന സമ്മാനം എന്താന്ന് വെച്ചാൽ പറ. സർ ഒരു TV. ആ TV നല്ലതാ. ഇവിടുത്തെ TV തീരെ ചെറുതാ. TV അയച്ചോ കേട്ടോ. സാർ വെക്കില്ലേ? സാറിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയാമോ? ആ അഡ്രസ് ഒന്നും അറിയാണ്ടാണോ സമ്മാനം വയ്ക്കാൻ പോകുന്നത്? കൊച്ചെ മുതുകുളത്ത് വരിക, അവിടെ OKPയുടെ വീട് ചോദിച്ചാൽ മതി. സർ ലാൻഡ് മാർക്ക് എന്തെങ്കിലും ഒന്ന് പറയൂ. മുതുകുളത്തിന്റെ ലാൻഡ്മാർക്ക് തന്നെ OKPയുടെ വീടാണ് കൊച്ചേ. ഓക്കെ സർ. OKP സാർ. ഓക്കെ. അയാൾ ചോദിച്ചു കേട്ടോ, AK-47. അപ്പോൾ ആള് ഭീകരനാ. അപ്പോൾ ബോസ് ആവാൻ ഇയാൾക്ക് നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ മുതുകുളം വരെ ഒന്ന് പോയി നോക്കാം. ഇത് രാവിലെ ഏട്ടൻ വിളിക്കുന്നു. ഹലോ ഏട്ടാ. ആ അവന്മാരുടെ ബോസിനെ കിട്ടിയോ? ആ ശരി ആ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ ഇടി വണ്ടി എടുക്കാം, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. രണ്ടുപേരെ കിട്ടിയെന്നാ പറയണ ഏട്ടാ. അല്ല ചേച്ചി, നമുക്ക് OKP വെറുതെ വിടണ്ട. ഇനി അയാളെ No, but he got the wrong guy because those two guys are with him. OKP. പിടിക്കണം ചേച്ചി. അവന്മാർ പിടിക്കണം. എനിക്ക് അറിയണം എന്തിനാ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്നത്. ഇടി നീ അത് വണ്ടി എടുക്കുക, സ്റ്റേഷനിൽ പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇതിൽ തീരുമാനിക്കാലോ. അല്ലറിയാ, നമുക്ക് എന്തായാലും ഈ മുതുകുളം വരെ ഒന്ന് പോണം. OKP പിടിക്കാനല്ലേ? അത് ഏട്ടൻ പൊക്കോളൂ, അതൊന്നും കുഴപ്പമില്ല. അതല്ലറിയാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ രാഹുലേട്ടൻ കുറച്ച് ആവേശമാണ്. പാർട്ട് ഓഫ് പ്രൊഫഷൻ. അതെ, പുള്ളി അപ്പോൾ ആ തോക്കുമായിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇനി OKP അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ. ശരിയാ ചേച്ചി. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലാം. നിങ്ങൾ മുതുകുളം വരെ ഒന്ന് പോകണം. എന്നിട്ട് അവിടെ പോയി ഈ OKP എന്ന് പറഞ്ഞൊരാളുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഇനി ഉണ്ടെങ്കിൽ അയാളുടെ വീടൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ച് അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താം. പോരെ? അല്ല ചേച്ചി, അപ്പോൾ എങ്ങനെ പോകും? ഞാൻ റോട്ട് പിടിച്ച് പോയാൽ പോരെ? എന്നാൽ ഞാനിവിടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ശരി. ഇനി ഇവിടെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യൂ? എൻ്റെ ചേച്ചി ആരും കിഡ്നാപ്പ് ഒന്നും ചെയ്യൂല. ഇവിടെ ചേച്ചി ചേച്ചിയാണ് മറ്റേ ജെയിംസ് ബോണ്ടോ? Oh no, these are other two guys. Sorry.
fail to recognize them. Okay. Dude, Anu looks great. ഇതന്നെ തോന്നൂല്ലേ വീട്? നീ ഇങ്ങോട്ട് വന്ന് ഏറ്റവും നോക്കല്ലേ. രാഹുലേട്ടൻ അവന്മാർ രണ്ടുപേരെ പിടിച്ച് പുളിയല്ലേ രാഹുലേട്ടൻ? കുഴപ്പമില്ല. Dairy Milk is a sponsor. കഴിച്ചോ? എനിക്ക് വേണ്ട, കഴിച്ചോന്നേ. താങ്ക് യു. ക്രിസ്പെല്ലോ ബ്രേക്ക് ചെയ്ത് 4 ഷെയർ ചെയ്യണോ? കഴിച്ചോ? ഓക്കെ. പോട്ടോ. Oh, so she went to the police station. She met those two people, the two kidnappers. They have been caught. So that loop is closed. Okay. I'm guessing that only. ഓക്കെ പിന്നെ പറ്റി അന്വേഷിച്ചപ്പോൾ കുറച്ച് സീനാട്ടോ. ഓക്കെ പി ഇവനെൻ്റെ കുടുംബത്തെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കണം. ഓക്കെ പി അവന് ഞാൻ 50,000 രൂപ കൊടുക്കാനുണ്ടെന്ന്. ഇവൻ കള്ളക്കളി കളിച്ചിട്ടാണ് എന്നെ ചതിച്ചതാണ്. വേണമെങ്കിൽ ഇവനോട് ചോദിച്ചു നോക്ക്. നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇയാളെ പറ്റി പരാതിയാ. ഇങ്ങനെ ഹൊസൂരും മൈസൂരും ഒക്കെ ഉള്ള നിയമമാണെന്ന് പറഞ്ഞാൽ കളിക്കണേ. നമ്മുടെ നാട്ടുകാരുടെ അനുസരിച്ചൊന്നും അല്ല ഇയാൾ കളിക്കുന്നത്. ചുമ്മാ കള്ളപ്പൈട കളിച്ച് ജയിക്കുകയാണ്. പന്തയം വെച്ച് പൈട കളിച്ച് കഴിഞ്ഞാൽ തോറ്റവൻ കാശ് കൊടുക്കണം. അത് നാട്ടുകടപ്പാ. അത് ഈ നാട്ടിലല്ല ഏത് നാട്ടിലാണേലും. താൻ കാശ് തരാന്ന് പറഞ്ഞില്ല വിളിച്ചോണ്ട് വന്നേ. അയ്യോ ഞാൻ കാശ് തരാമെന്നൊന്നും പറഞ്ഞല്ല. ഇവിടെ തീരുമാനം ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. ഓക്കെ പി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും. ഇതോട്ടോ കളിച്ച് ജയിച്ചോണ്ടേ കാശ് വാങ്ങിക്കാനും എനിക്കറിയാം. സ്റ്റേഷനിൽ പോയിട്ട് എന്തേ? അവന്മാരെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവന്മാർക്ക് ഈ മെയിൻ ആളെ കുറിച്ച് Okay. So that loop is closed. So those two have got caught, but of course they don't know who OKP is. They said someone connect. Okay. വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഒരു 1 hourൽ അറിയാൻ പറ്റും. സൈബർ സെൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇത് മൈസൂരും ഒസൂരും ഒന്നുമല്ല. ഈ നാട്ടിലെ ചൂത് കളിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ച് കളിക്കാമെങ്കിൽ മാത്രം ഇവിടെ കളിച്ചാൽ മതി. അല്ലാണ്ട് ഇവിടെ ആരും ടൂർണമെൻറ്റ് നടത്തണ്ട. പിന്നെ നീ കുറേ പാവങ്ങളെ ഇപ്പോൾ കള്ളച്ചൂത് കളിച്ച് പറ്റിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിർത്തിക്കോ? ശരി നിർത്താം. പക്ഷെ ഇയാൾ തരാനുള്ള കാശ് താൻ തരണം. പറ്റുമോ? തരാം. പക്ഷെ നീ എന്നെ ഒരു കളിയെങ്കിലും കളിച്ച് തോൽപ്പിക്കണം. അങ്ങനെ നീ എന്നെ തോൽപ്പിക്കുവാണെങ്കിൽ അയാൾ തരാനുള്ള 50ഉം പിന്നെ ഞാനൊരു 50 ചേർത്ത് നിനക്ക് 1,00,000 രൂപ തരും. നീയാണ് തോക്കുന്നതെങ്കിൽ നീ എനിക്ക് കാശൊന്നും തരണ്ട. ഓക്കെ. പക്ഷേ ഈ നാട്ടിൽ ഒരു ചൂതാട്ടത്തിന് നിന്നെ പിന്നെ കണ്ടുപോകും. ഡബിൾ ഓക്കെ. Ooh. പിന്നല്ല. I love how intimidating Anu is. ഉറപ്പിക്കാം. ഉറപ്പിക്കാം. ചേച്ചി ഇത് കുറേ ഡോറുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡോറ് കൂടെ കയറാം. ആൾക്കാരുണ്ട് തോന്നുന്നു. ചെരുപ്പുകളാണോ? ഇത് കുറേ പേരുണ്ടല്ലോ.
നമ്മൾ വരുമെന്ന് അറിഞ്ഞിട്ട് ആളെ കൂട്ടിയെന്നാണ് തോന്നുന്നത്. നമുക്കേ ഫ്രണ്ടിൽ കൂടെ ഏതായാലും കയറണ്ട, അത് റിസ്ക്കാ. പുറകെ കൂടെ പോയി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ആ പോവാം. I'm so intrigued what is going to happen. ചേച്ചി ഡോർ ഒരു പഴയ ഡോറാണ്, അതിനെ കുറിച്ച് തുറക്കും. തുറന്ന് കിടക്കും, പിന്നെ അതിനെ കുറിച്ച് തുറക്കും. I entered through the kitchen. The build-up is amazing, huh? ചേച്ചി നമുക്ക് നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യാം. Why is Athena like? Should we attack now? ഇവിടെ ഒന്ന് കയറി നോക്കാം. ശ്രദ്ധയ്ക്കറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ നീ രാവിലെ വിളിക്കാം. എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിലും പുള്ളിനെ അങ്ങ് വിളിച്ചോ. ഇല്ലെങ്കിൽ തിരിച്ചിതേ വഴി പോകണം കേട്ടോ. അപ്പോൾ Okay, we have to repeat that scene again, huh? That was cool. That was really cool. Hello. Anu looked so cool doing that. ഇതേ വഴി പോകണം കേട്ടോ. അപ്പോൾ Though I feel surprised that they came without any backup. I mean, they should have gotten some backup. Oh, this scene was amazingly shot. And then the second one. Oh! Oh, what's gonna happen now? His expressions. ഓടരുത്. ഓടിയ ഈ കത്തി ഏതെങ്കിലും ഒന്ന് ഞാൻ മുതലത്തായിരിക്കും. ഇനി വാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, എനിക്കിവരെ ആരും അറിയില്ല കേട്ടോ. ഇതൊക്കെ ആരെയാ? മീശ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഏയ് പാവങ്ങളാണെന്ന് തോന്നുന്നു. കൊല്ലാനാണെങ്കിൽ കൊന്നേനെ. ഇവിടെ ഇരുത്തിയില്ലേ? കത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ബി പോസിറ്റീവ്. ഗുണ്ടകളാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, പോലീസിനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടല്ലോ, പേടിക്കണ്ട. എവിടെയോ
പോലീസിനെ സെറ്റ് ചെയ്യാനാണ് പാട്, ഒന്നും പ്രശ്നമില്ല, പേടിക്കണ്ട. Okay. പേടിയില്ല. എന്താ റെക്കോർഡറോ? കൊതുകിനെ പോലെ ഇത്ര മാസം എന്തിനാ? എന്താ അതിൻ്റെയൊക്കെ പേര്? ആതിര. ശ്രദ്ധ. റിയ. ആര്യ. ആരാ? ആര്യ. ആരാ എന്നെ ഫോണിൽ വിളിച്ചേ? സൂപ്പർ മാർക്കറ്റ്. നീയാ? ആ, എവിടെ? എൻ്റെ ടി വി എവിടെ? എൻ്റെ അനിയത്തിയാ. ഇവിടെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ഈ ഇരിക്കുന്നവളെ തട്ടിക്കൊണ്ട് പോയെന്ന്. കിഡ്നാപ്പ് ചെയ്ത് തിരിച്ചുകൊണ്ടുവന്നു അല്ലേ? ഓ, അപ്പോൾ അയാളുടെ വീടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാ. വീട് മാറിപ്പോയതാ. സോറി, പോയിക്കോളാം. ആ ഇരിക്കവിടെ. വലിയ സാമർത്ഥ്യം കാണിച്ച് വീട്ടിനകത്ത് കയറിയിട്ട് ഒരു കഥയും പറഞ്ഞ് ചുമ്മാ ഇറങ്ങി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ പോവണ്ട. അതിൻ്റെയൊക്കെ വീട്ടുകാരെ വിളിക്കുക. അവരോട് അറിയട്ടെ മക്കളുടെ സാമർത്ഥ്യം. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. What is it? Oh, that's Kiran. Oh, what is that? What is that? I saw you at. Oh, they had a thing. Okay. അതെ, നമ്മളെപ്പോഴാണ് കാണണേ? നിനക്ക് വൈകുന്നേരം ആകുമ്പം കോളേജിലേക്ക് വരാൻ പറ്റുമോ? എന്നാ നാളെ വരട്ടെ. അല്ല, ബെസ്റ്റ് ടീമിൻ്റെ അടുത്താ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇനി ഇയാളുടെ പ്രശ്നം ആര് പരിഹരിക്കും? അച്ഛൻ പകടയും കളരിയും, മോൻ തരികിടെ കിട്ടാപ്പിക്കും. ഏതായാലും സത്യം അറിയാണ്ട് ഇവിടുന്ന് ആരും പുറത്തു പോകണില്ല. ആരും. ബൈക്കിന്റെ ശബ്ദം. ബൈക്ക് അതവനൊന്നുമല്ല. പറ്റുള്ളൂ. 1,00,000 രൂപ. ചുമ്മാ ഇരിടാ. നിന്റെ കാശുണ്ടോ? പിന്നെ അല്ല, ചേട്ടൻ്റെ കയ്യിലുണ്ടല്ലോ. Oh, I'm loving this build-up. Yadu has come കഴിച്ചാ? and നിന്റെ ഫോണിൽ വിളിച്ചാൽ എന്താ കിട്ടാത്ത? അതച്ചാ സിമ്മ് കേടായിപ്പോയി, അപ്പോൾ ഞാൻ വേറൊരു നമ്പർ എടുത്തു. ഈ മാസം 2ാമത്തെ സിമ്മല്ലേ? സിമ്മ് കേടായി പിന്നെ എടുക്കണ്ടേ? ഞാൻ ആ നമ്പറോട് എഴുതി വയ്ക്കും. ആ പേന എവിടെയാ അച്ഛാ?
പുതിയ ബിസിനസ് എന്തായി? കഴിഞ്ഞ ആഴ്ച കുറെ പൈസ മേടിച്ച് പോയാണല്ലോ. So he's the kidnapper. Oh my god. അതെ So it has to do with Shraddha's marriage. How? Because her wedding was fixed and stuff. And he got jealous. Okay, let's see. ഇത് നടന്നില്ല വിചാരിച്ച പോലെ. അപ്പൊ ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടി ഇപ്പൊ പൈസ ഇടാനുള്ള പ്ലാനില്ല. എന്തായിരുന്നു ബിസിനസ്? നടന്നില്ല, നടക്കുമ്പോൾ പറയാന്ന് വിചാരിച്ച്. ഭയങ്കര തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ, ഞാൻ കുറെ കറങ്ങി. ഡാ, നിനക്കൊരു ശ്രദ്ധേനെ അറിയോ? ശ്രദ്ധ ഇല്ല, അറിയില്ല. No, illa. Liar. പിന്നെ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വെച്ചാ? എനിക്കൊരാളെ തട്ടിക്കൊണ്ട് പോകാനുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് ഒക്കെ എത്രയാണെന്നറിയോ തട്ടിക്കൊണ്ട് പോകുന്നതിന്? അച്ഛനെ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല. Dude. Anu's screen presence. I'm sorry, it's literally getting blown away. Oof. ഇപ്പോഴും ഞാൻ വരുമോ? കുറേ നേരമായല്ലോ. നിനക്ക് അത്ര ധൃതി പൊക്കോ, നിന്നോട് നിൽക്കാൻ പറഞ്ഞേ. ഒരു ധൃതിയില്ല, എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ കണ്ടിട്ടു. നിനക്ക് അവളെ കണ്ടാ അറിയൂ? ആ, ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അവൾക്കോ? അവക്ക് അറിഞ്ഞൂടെ, കണ്ടിട്ടില്ല. അവളാ തോന്നിട്ടാ. ഓപ്പോസിറ്റ് നടക്കങ്ങോട്ടെ. ആണെങ്കിട്ട് മാർക്ക് കണ്ടില്ലേ? ടീച്ചർമാരുടെ പരാതി കിട്ടിയാൽ മടുത്തു. ഏതായാലും ഇതേ കുത്തിക്കൊണ്ടിരുന്നു. ഇങ്ങോട്ട്. Oh, that was mom. കിടന്നോ? അവിടെ എല്ലാവരും ഉറങ്ങിയ? ഇന്നെന്നെ കണ്ടില്ലേ? കണ്ടായിരുന്നു. എന്നിട്ട് അതെ, മുന്നേ ഇരിക്കുന്ന ആളായിരുന്നു, പിന്നിൽ ഇരിക്കുന്ന ആളായിരുന്നു. പിന്നെ ഇരുന്ന ആളാ ഉൾക്കാനൊക്കെ വെച്ചിട്ട്. മുല്ലിരുന്ന സെബാട്ടി എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഷ്ടായ? ഹലോ 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 അത്ര നാളെ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമായില്ല. അതിൻ്റെ കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അതോടെ ഞാൻ എല്ലാം വിടാൻ നോക്കി. എന്നിട്ട് ഞാൻ അവളെ ശല്യപ്പെടുത്തൊന്നും പോയിട്ടില്ല. പോരാഞ്ഞിട്ട് ഇവിടെ എന്നെ എല്ലായിടത്തും ബ്ലോക്കും ചെയ്തു. Completely ghosted him. പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ മാട്രിമോണിയിൽ ഇവളുടെ പ്രൊഫൈൽ കണ്ടു. അങ്ങനെ റിക്വസ്റ്റ് അയച്ച് നോക്കിയതാ. Yes. I wonder if I had gone into, a writing or a literature sort of course, probably could have written novels and stuff and like stories. Just saying.
എൻജിനീയർ. അത് വർക്ക് ആവത്തില്ല അമ്മ, ഉറപ്പാണ് ആ കാര്യം. കാരണം സെയിം പ്രൊഫഷൻ വർക്ക് ആവത്തില്ല എനിക്ക്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ നോക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. എൻ്റെ പൊന്നമ്മ ഒന്ന് പറയുന്നു മനസ്സിലാക്ക്. അപ്പൊ എഞ്ചിനീയർ വേണ്ട. മോനെ ഇത് ശ്രദ്ധയല്ല, ശ്രദ്ധയുടെ അമ്മയാ. മാട്രിമോണിയിൽ 2 നമ്പരാ രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് പിന്നെ അവക്ക് ഒരേ പ്രൊഫഷനിലുള്ളവർ വേണ്ടെന്നാ പറയുന്നത്. ഡോക്ടർമാരെ നോക്കുന്നുണ്ട്. എന്നാ ശരി മോനെ, വേറൊന്നും തോന്നരുത് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ പോലും അറിയാതെ ഞാൻ അവളുടെ വീട്ടിൽ പോയി കല്യാണം വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവൾക്കാണ് ഇഷ്ടക്കേടുന്നത്. അതോടെ എനിക്ക് ഇവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള വാശിയായി. ഇവളെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് കൂട്ടുകാർക്ക് ബെറ്റ് വെച്ചിട്ട് ചെയ്തതാ. എല്ലാം സെറ്റാണ് സാർ. ശ്രദ്ധിച്ച് ആ ശ്രദ്ധയുടെ ഒരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോ, കളർ തന്നെ ആയിക്കോട്ടെ, ലൊക്കേഷനും, പിന്നെ ഒരു 25,000 രൂപ അഡ്വാൻസ്. നെക്സ്റ്റ് ഡേ അവളെ നമ്മൾ ഡെലിവറി ചെയ്യായിരിക്കും. ഒന്നും പേടിക്കണ്ട, നോ സ്ക്രാച്ചസ്, ഒരു പോറൽ പോലും ഇല്ലാതെ നമ്മൾ അവളെ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഇപ്പം എന്തായി? നിങ്ങളുടെ കിടന്ന് വളർന്നേന്നല്ലേ പറഞ്ഞേ? ചെക്കൻ തന്നെ കിട്ടാൻ പറയണ്ട. അവൻ കുറച്ചാൾ ബോർഡിങ്ങിലായിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോയി ഇവൾക്ക് നിന്നോട് സ്നേഹം വരുന്നതാണ് നീ വിചാരിക്കുന്നത്? തട്ടിക്കൊണ്ട് വരല് മാത്രമല്ല, ഇവളെ കൊണ്ട് തന്നെ ഇഷ്ടപ്പെടുത്താനുള്ള എല്ലാ പ്ലാൻസും എൻ്റെ ഉണ്ടായിരുന്നു. പ്ലാൻ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പറയടാ. അത് ആദ്യം അവന്മാർ കറക്റ്റായിട്ട് ശ്രദ്ധനെ കിഡ്നാപ്പ് ചെയ്യുന്നു. പിന്നെ അവിടെ തൊട്ട് എൻ്റെ മാസ്റ്റർ പ്ലാൻ തുടങ്ങും. Oh, he would have saved. അതാ എന്റെ രക്ഷകൻ. Wow, dashing Kiran. So that was the plan. I love this. This is awesome. You are a gentleman. പിന്നെ ഒരു കാര്യം, ഞാൻ വിചാരിച്ചു ചേട്ടൻ ഭയങ്കര സൈലൻ്റ് ആണ്, പക്ഷേ വയലൻ്റ് അല്ലേ? മോളെ ഞാൻ കോഴിമുട്ട പോലെയാണ്, സോഫ്റ്റ് ആണെങ്കിലും ചൂടായാൽ ഹാർഡാകും. ഐ ലവ് യു. OKP is like, really? Are you really my son? മോളെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പ് ചെറുതാണെങ്കിലും വലിയ വടി കൊണ്ട് അടിക്കണമെന്ന്. യെസ്, ഐ ലവ് മൈ ഡാഡ്. So good. Embarrassed in all languages. പിന്നെ അവിടുന്ന് പ്ലാൻ്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങും. ഇനിയിപ്പോൾ നിന്റെ കല്യാണമൊക്കെ നടക്കുമോ? തട്ടിക്കൊണ്ടുപോയി 2 ദിവസം ഗുണ്ടകൾ. ബേബി, Yes, baby. will you marry me? ഇവിടെ കുരങ്ങ്. എന്നാ റോസ് മണത്തോ? Naughty boy. അങ്ങനെയൊന്നും പറയില്ലേ കള്ളി.
baby. Oh. No, it's like, what the F? എടാ നീ എന്തിനാ ഷർട്ട് വീണ്? ഒരു ബെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ജയിച്ച്. നീ എന്തിനാ ഷർട്ട് വിടുന്നേ? പാമ്പയ്യൻ, അവന് വേറെ ഷർട്ടില്ല. അയ്യോ പാവം ചേട്ടൻ, പ്ലാൻ വർക്കാവാത്തോണ്ടല്ലേ. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. കുഞ്ഞു അങ്ങനെ സത്യം അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. സത്യം അറിഞ്ഞു അല്ലേ? എല്ലാവരും അറിഞ്ഞില്ലേ? ആ നിൽക്കുന്ന കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് അങ്ങയുടെ സൽപുത്രനാണ്. എല്ലാവർക്കും സത്യമൊക്കെ മനസ്സിലായല്ലോ അല്ലേ? എന്നാൽ ശരി, ഞങ്ങളങ്ങോട്ട്. ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കളിയിലും കളരിയിലൊക്കെ സത്യവും നീതി നോക്കുന്ന ആളാണല്ലോ. അങ്ങയുടെ സൽപുത്രം കാണിച്ച് ഈ പോഴത്തരത്തിന് കൂട്ടു നിൽക്കുന്നതോ? കണ്ടായിരുന്നു. അതെ, മുന്നിലിരിക്കുന്ന ആളായിരുന്നു, പിന്നിലിരിക്കുന്ന ആളായിരുന്നു. ആരാടി ഇവൻ? ആരാ? നിന്നോട് ചോദിച്ചായിട്ടില്ലേ എത്ര നാളായി നീ പണി തുടങ്ങിയിട്ട്? മുറി വന്നിട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? എന്റെ മാതാവേ, എനിക്ക് വയ്യ ഇതൊക്കെ കാണാനായിട്ട്. സോറി പറഞ്ഞ തീരുവോ ഇത്? ഇനി ഇതുണ്ടാവോ? സത്യമാണോ? എന്നെ സ്ഥലത്തൊട്ട് സത്യം ചെയ്യും. So she completely blocked him from everywhere. പറ്റില്ലല്ലേ? ഇതെന്താ അവിടെ വെച്ച് പറയാഞ്ഞേ? എനിക്ക് തോന്നിയില്ല. അതെ, ഇപ്പല്ല ശരിയല്ലേ? പിന്നെന്താ? നീ ഒന്ന് തുറന്നേ, തുറക്ക്. Oh, the ghost. മുത്തശ്ശി എന്നെ പുറകെ നിന്ന് വിളിച്ചിട്ട് പറയുവാ, അതോ മോളെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോലേടി, എന്നെ കൂടെ കൊണ്ടുപോടിയെന്ന്. That's interesting. I loved it. Last episode, fantastic. Both, you know, DOP Akhil Xavier and Ajmal Hasbullah. The music, fantastic, just fantastic. Wow, so that ends Rock Paper Scissors season 2. You know, there is, apart from the reveals and the loops getting closed, I think a very important thing that has been also sort of shown here. My takeaway from this is that number one, firstly, is that there's a very thin line between love and obsession, and sometimes people don't even understand when they cross that line, where the love becomes so intense that it actually becomes sort of an obsession and starts to choke the other person, so that it doesn't remain love at that point of time. So I think that aspect that was explored was quite interesting for me. And the fact that the father
understood this fact and did not defend his son and gave him to the cops, I think it sets a very good message. It sets a very good message where the person, I mean, you know, stalking, kidnapping, technically Shraddha was not harmed. If you see, Shraddha was not harmed. And sort of Athira was also not really harmed. I mean, they were planning to return her back and stuff like that. Those two, like, that is the separate thing. But I'm saying it could have gone extremely wrong also. Like, of course, this is a light-hearted comedy series, but things can go, you know, haywire at any moment. You don't know when a wrong thing can happen suddenly. So I think that the father, OKP, acknowledging that and, you know, giving the son to the cops was, I think that was a good decision shown. He didn't defend the son at all. And even though, if you look at Kiran's character, Yadu, he might look harmless. Like, he has still not become borderline psychotic. He was going in that zone, but you know, it also shows another thing, which is the second point that I want to say, that it also shows, and this could be like, of course, this is shown that the guy is becoming obsessed. It could be either way, the girl becoming obsessed with the guy as well. So the really doesn't matter what the gender is, but it also shows that how difficult it is for people to accept rejection. I mean, mentally, like when you really fall in love with someone, and your life sort of, you start defining your life, your happiness with that other person, and that other person sort of rejects you in a way. I mean, here she technically she ghosted him because she made a promise to her mother. But I mean, like, he couldn't take that rejection. Like, he really couldn't move on. And, you know, he got blocked everywhere. And even though he knew where she was, he could have just gone and confronted her and asked her why you ghosted me. Like, people, like, it's like avoiding, showing like people actually do avoid conversation. This is something that realistically can happen, where you are so obsessed to the point that you want to do something drastic instead of just going to that person and confronting that person, saying like why you did it, like clear it out so that I can have closure. So he didn't, you know, exercise that option. So that was, I mean, these things were like going in my mind when I was seeing their backstory and stuff like that, like why he did what he did. And loved the I think this episode had the best cinematography and music. The last one, fantastic. It was just technically this episode was so much superior than the previous 5 episodes. Everything was just so beautifully shot. The color scheme was fantastic. The camera work, especially with the knives and all of that, the close-up shots showing that tension, the build-up, everything was really good, really well done technically in terms of its sound design, its score, and of course the cinematography. Coming to the acting, I think my favorite character from this entire series is Arya, hands down. She was fantastic. She's the writer also, like she's the one who has written this story. The concept, like it's her brainchild. I think it was really well written, very, very, and I don't know, I feel that, you know, that probably that issue could have been a little more highlighted, because it's a very important topic. I feel it's an important topic to address, where you cross like the fine line between love and obsession. Could have just, you know, I know it would have become too preachy. Maybe it would have looked too preachy. Or if Anu would have said that dialogue, like, you know, kid, you did something very wrong. I would have, this is just my opinion, I would have preferred if Anu had certain kind of dialogue that this is very wrong, this is not love, this was obsession and this and that, and you need to know the difference. And you could have just gone and asked her if you knew where she was. I mean, that's what I was thinking. Like, this is my perspective in terms of when I'm looking at the series, at the episode as a viewer. But, and I think, I mean,
see, there is again a fine line between making the dialogues look such a way that it looks natural or looks extremely preachy kind of. But maybe if it was addressed, I would have been even more happy. But nonetheless, I think it was really enjoyable. I love this season. Of course, I don't have, like, not this season, this series, because I have not watched the first one. So yes, overall, great, amazing. This is, production wise, this is the best one. It's definitely, I feel, superior than Scoot. It's definitely superior than Scoot. And I loved Anu's acting also. Fantastic. All the other three girls who played Athara, Shraddha, as well as Riya, they also did well. But I think Arya's character was a standout for me. Arya's character was a complete standout for me. So yes, those were my thoughts on Rock, Paper, Scissors Season 2. I loved it. Specifically the 5th and the 6th episode, I think, were just bangers, man, just bangers. So yeah, that was the reaction for today, guys. I definitely want to know your thoughts on this and the basically the topic of love versus obsession that has been addressed here. Do you think it was addressed well, could have been done better, or you think it was just fine, it was perfectly done? Do let me know in the comments below. And yes, I will be signing off now, and I will see you soon on my next video. Bye bye.